ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ ആയിരിക്കും. കാരണം ലക്ഷക്കണക്കിന് ആടുകളെയും പശുക്കളെയും പിഗിനെയും എല്ലാം വിമാനത്തിലും കപ്പലിലുമായി വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ചില രാജ്യങ്ങൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആടുകളെയും പശുക്കളെയും വളർത്തി അവ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ബില്യൺ കണക്കിന് ഡോളറുകളാണ് സമ്പാദിക്കുന്നത്. ഇറച്ചിയും തുകലും ഒരുപോലെ ലഭിക്കും എന്നതിനാൽ തന്നെ ചെമ്പരി ആടുകളെയാണ് കൂടുതലായി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലെ ഫാമുകളിൽ നിന്നും ഇതുപോലെ വലിയ ആടുകളെയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ആടുകൾക്ക് തനിയെ ട്രക്കിനുള്ളിലേക്ക് കയറാവുന്നതിനുള്ള ചെരിവുള്ള ഒരു പ്രതലത്തിലൂടെ വലിയ ട്രക്കുകളിലേക്ക് ആടുകൾ നിരനിരയായി നടന്നു കയറുന്നു. ഇങ്ങനെ കയറ്റി അയക്കുന്ന ഓരോ ആടിനെയും പ്രത്യേകം ടെസ്റ്റ് ചെയ്ത് അവയുടെ നല്ല ആരോഗ്യവും പ്രത്യേക അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവയുടെ ചെവിയുടെ മുകളിലായി പ്രത്യേക ടാഗുകൾ പതിപ്പിക്കുന്നു. ചെമ്പരിയാടുകളെ കൊണ്ടുപോകുന്നത് ഇറച്ചിക്കും തോലിനും മാത്രമല്ല, ചില രാജ്യങ്ങളിൽ വലിയ ഫാമുകൾ ഉണ്ടാക്കുന്നതിനും ഇവയെ ഇറക്കുമതി ചെയ്യപ്പെടാറുണ്ട്. ട്രക്കുകളിൽ പല തട്ടുകളിലായി വിവിധ വിഭാഗങ്ങളായി തിരിച്ച് ആയിരക്കണക്കിന് ആടുകളെ സുരക്ഷിതമായി കൊണ്ടുവിടുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ആടുകളെ വഹിച്ചുകൊണ്ടുള്ള കണ്ടെയ്നറുകൾ കൂട്ടം കൂട്ടമായി ഷിപ്പുകളുടെ അടുത്തേക്ക് എത്തുന്നു. പല ഫാമുകളിൽ നിന്നും ആയിരക്കണക്കിന് ആടുകളുമായി വരുന്ന കണ്ടെയ്നർ ലോറികൾ ഷിപ്പിനടുത്ത് ഇതുപോലെ നിരനിരയായി നിരത്തിയിടുന്നു. ട്രക്കിൽ നിന്നും കപ്പലിലേക്ക് ആടുകൾക്ക് കയറിപ്പോകുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ട്രക്കിൽ നിന്നും ആടുകൾ കപ്പലിലേക്ക് കയറുന്നു. അങ്ങനെ കപ്പലിൽ ലക്ഷക്കണക്കിന് ആടുകളെ കൊണ്ട് നിറയുന്നു. കപ്പലുകൾ പല ദിവസങ്ങൾ പിന്നിട്ടാണ് ഓരോ രാജ്യങ്ങളിലും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഇവയ്ക്ക് ഭക്ഷിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ എല്ലാം കപ്പലിൽ ഉണ്ടായിരിക്കും. വലിയ ഷിപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഈ ആടുകളെ കൊണ്ട് മാത്രമായിരിക്കില്ല ഷിപ്പ് പുറപ്പെടുന്നത്. പല രാജ്യങ്ങളിലേക്കും പശുക്കളെയും അതുപോലെ തന്നെ പോർക്കിനെയും എല്ലാം ഈ ഷിപ്പുകളിൽ കയറ്റുന്നുണ്ട്. നല്ല ഗുണനിലവാരമുള്ളതും കൂടുതൽ പാൽ ലഭിക്കുന്നതുമായ മികച്ച ഇനത്തിലുള്ള പശുക്കളെ ഇതുപോലെ വലിയ ഫാമുകളിൽ നിന്നും കളക്ട് ചെയ്ത് കപ്പലിലേക്ക് കയറ്റുന്നു. ആടുകളെപ്പോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലുള്ള ഫാമുകളിൽ നിന്നാണ് ഓരോ പശുവിനെയും ഇതുപോലെ കളക്ട് ചെയ്ത് ട്രക്കുകളിൽ കയറ്റുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഓരോ പശുവിൻ്റെയും ആരോഗ്യം കൃത്യമായി ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇവ കയറ്റുമതി ചെയ്യപ്പെടുന്നുള്ളൂ. അധികം വലിപ്പമില്ലാത്ത പശുക്കളെയാണ് സാധാരണ രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ആയിരക്കണക്കിന് പശുക്കളെ ഇതുപോലെ ഒന്നോ രണ്ടോ ട്രക്കിൽ കയറ്റാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ പോലെയുള്ള ട്രക്കുകളല്ല ഇത്. ഒരു ട്രക്കിൽ തന്നെ 2ഉം 3ഉം ട്രക്കിൽ കയറ്റാവുന്ന ലോഡുകൾ ഘടിപ്പിച്ച് അവ വലിച്ചുകൊണ്ടാണ് ഇവർ കപ്പൽശാലകളിലേക്ക് പുറപ്പെടുന്നത്. പശുക്കളെയും ആടുകളെയും പിഗുകളെയും എല്ലാം വളരെ വേഗത്തിൽ മറ്റു രാജ്യങ്ങളിൽ എത്തിക്കുന്നതിന് വിമാനമാർഗം സ്വീകരിക്കുന്നു. ഇനി നമുക്ക് ആടുകളെ വിമാനത്തിൽ എങ്ങനെയാണ് കയറ്റിവിടുന്നതെന്ന് നോക്കാം.
പ്രത്യേക സജ്ജീകരണങ്ങളിലുള്ള കാർഗോ വിമാനങ്ങളിലാണ് സാധാരണയായി ആടുകളെ കയറ്റിവിടുന്നത്. ഇവയെ പ്രത്യേകം ഇതുപോലുള്ള കൂടുകളിൽ ആക്കിയതിനു ശേഷം യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറ്റിവിടുന്നു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആടുകളെ കൊണ്ടാണ് ഓരോ വിമാനവും പറന്നുയരുന്നത്. ഓരോ വിമാനത്തിൽ നിന്നും ഇറക്കുന്ന ആടുകളും പശുക്കളും പോർക്കുകളും എല്ലാം ഏക്കർ കണക്കിന് സ്ഥലത്ത് മേയ്ക്കാനുള്ള അത്ര എണ്ണം ഉണ്ടാവും. ഇതാ ഇവിടെ നോക്കൂ, പിഗുകൾ, വലിയ പിഗുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആടുകളെയും പശുക്കളെയും പോലെ തന്നെ വിവിധ കണ്ടെയ്നറുകളിൽ കയറ്റി വിമാനമാർഗവും കപ്പൽ മാർഗവും ഇവയെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇവയെ കയറ്റുമതി ചെയ്യപ്പെടുന്നതിലൂടെ കർഷകർക്ക് നല്ല രീതിയിലുള്ള വില ഇവയ്ക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയ ഫാമുകളല്ല ഇവിടെ വളർത്തുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ലക്ഷക്കണക്കിന് പോർക്കുകളെയും അതുപോലെ തന്നെ ആടുകളെയും കന്നുകാലികളെയും എല്ലാമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവ കയറ്റുമതി ചെയ്യപ്പെടുന്നതിലൂടെ ബില്യൺ കണക്കിന് ഡോളറുകളാണ് ആ രാജ്യത്തിന് വരുമാനമായി ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ആണ് ഫ്ലൈറ്റിൽ കയറി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ഓരോ ഫ്ലൈറ്റിലും ലക്ഷക്കണക്കിന് കന്നുകാലികളാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആടുകളെയും പശുക്കളെയും എല്ലാം ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെ കയറ്റുമതിക്കായി ഉപയോഗിക്കപ്പെടുന്ന ഫ്ലൈറ്റുകൾ ഇവിടെ നിന്ന് കന്നുകാലികളെ കൊണ്ട് അങ്ങോട്ട് പറക്കുകയും പിന്നീട് ആ രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ച് ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിമാന കമ്പനികൾക്ക് ഒട്ടും നഷ്ടമില്ലാതെ തന്നെ അവരുടെ ഫ്ലൈറ്റ് സർവീസുകൾ നടത്തുവാനും സാധിക്കും. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കോടികൾ ലാഭം കൊയ്യുന്ന ആമ വളർത്തൽ, ഒച്ചുകളെ വളർത്തുന്നത്, മുതലകളെ വളർത്തുന്നത് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്.